മക്കളെ നമസ്കാരം. നമ്മൾ പുതിയ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ലെബേഗ് ഇൻ്റഗ്രേഷൻ്റെ ഫർദർ ടോപ്പിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ലെബേഗ് ഇൻ്റഗ്രേഷൻ എന്നുള്ള 4th ചാപ്റ്ററിനകത്ത് നമ്മൾ വൈറ്റലി കൺവേർജൻസ് തിയറം ഫോർ ലെബേഗ് ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു. അപ്പോൾ ആ തിയറത്തിൽ ഫങ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നതിൻ്റെ മെഷർ ഫൈനൈറ്റ് ആയിരിക്കണം, അതൊരു നെസസറി കണ്ടീഷനാണെന്നാണ് പറയുന്നത്. അതായത് ഇയുടെ മെഷർ ഫൈനൈറ്റ് അല്ലെങ്കിൽ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് സാധ്യമാവണമെന്നില്ല. മേ ഓർ മേ നോട്ട് ബി ആണ്. അപ്പം നമുക്ക് വൈറ്റലി കൺവേർജൻസ് തിയറം എന്താണെന്ന് ജസ്റ്റ് നോക്കാം. വൈറ്റലി കൺവേർജൻസ് തിയറം പറയുന്നത് ദാറ്റ് ഇ ബി ഓഫ് ഫൈനൈറ്റ് മെഷർ, ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണ്. കൂടാതെ എഫ് എൻ എന്ന് പറയുന്നത് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ഓവർ ഇ. യൂണിഫോം ഇൻ്റഗ്രബിലിറ്റി എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. ആൻഡ് ഇഫ് എഫ് എൻ ടെൻസ് ടു എഫ് പോയിൻറ്റ് വൈസ്ലി ആൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ, ദെൻ ആ ലിമിറ്റും ഇൻ്റഗ്രബിൾ ആയിരിക്കും. കൂടാതെ ലിമിറ്റ് ആൻഡ് ഇൻ്റഗ്രൽ ആർ ഇൻ്റർചേഞ്ചബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണ്. കൂടാതെ അതിൽ ഡിഫൈൻ ചെയ്യപ്പെട്ട സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ്. അതവിടെ മെഷറബിലിറ്റി ഒക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. കൂടാതെ അത് കൺവേർജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. പോയിൻറ്റ് വൈസ് കൺവേർജൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഇൻ്റഗ്രബിൾ ആണെന്നും കൂടാതെ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റണമെന്നാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് ആ പറഞ്ഞ ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇത് സാധ്യമാവണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇ ഈക്വൽ ടു ആർ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. കൂടാതെ ഒരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുകയാണ്. സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എഫ് എൻ ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ n+1. അതിപ്പോൾ എഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ഇൻ്റർവൽ 1-2ൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ടു എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ 2-3യുടെ. അപ്പോൾ അതങ്ങനെ മൂവ് ചെയ്ത് റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് എൻ ടെൻഷൻ ഇൻഫിനിറ്റി ആകുമ്പോൾ ക്ലോസ് ഇൻ്റർവൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എം ടി ആയി മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം ഇവിടെ ഡൊമെയിൻ ഇ ഈക്വൽ ടു ആർ ആണെങ്കിൽ അതിൽ ഇൻഫിനിറ്റി ഇല്ലല്ലോ. ഇൻഫിനിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇത് ആറിൽ മുഴുവനായിട്ട്, അതായത് ഇൻഫിനിറ്റി മാത്രം വരുന്ന കേസിൽ 1ഉം കോംപ്ലിമെൻറ്റ് കേസിൽ 0യുമാണ് കിട്ടുക, ലിമിറ്റിംഗ് കേസിൽ. അപ്പോൾ അതായത് എഫ് എന്നിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. അത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി മാത്രമുള്ളതാണ്. അപ്പോൾ ഇൻഫിനിറ്റിയുടെ കേസിൽ മാത്രം 1ഉം ബാലൻസ് കേസ് 0യും ആവും. ബാലൻസ് കേസ് പറഞ്ഞാൽ റിയൽ ലൈനിൽ 0യും കിട്ടും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ലിമിറ്റിംഗ് കേസ് 0 ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എഫ് എൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ്, ഓഫ് ക്ലോസ് ഇൻ്റർവൽ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് മെഷറബിൾ ആണ്. അതുകൊണ്ട് എഫ് എൻ എന്തായിരിക്കും? മെഷറബിൾ ആണ്. കൂടാതെ അത് ഇൻ്റഗ്രബിലിറ്റി കൂടി കിട്ടും. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് മെഷറൊക്കെ 1 ആയിരിക്കും. എല്ലാ ഇൻ്റഗ്രൽ വാല്യൂ ഒക്കെ 1 ആയിരിക്കും. ഓക്കെ. ഇൻ്റഗ്രബിലിറ്റി കൂടി നമുക്ക് കിട്ടും. ഇനി എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണെന്ന് കൂടി നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണെന്ന് പറയണമെങ്കിൽ ഫോർ എവറി എപ്സിലോൺ റിട്ടേൺസ് 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ആൻഡ് ഇഫ് എ ബി എനി മെഷറബിൾ സെറ്റ് വിത്ത് മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് യൂണിഫോം ഇൻ്റഗ്രബിലിറ്റിയുടെ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എപ്സിലോൺ റിട്ടേൺസ് 0 എടുത്തു. എ ബി എനി മെഷറബിൾ സെറ്റ് വിത്ത് മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് ചൂസ് ചെയ്തു. അപ്പോൾ ഡെൽറ്റ ഈക്വൽ എപ്സിലോൺ അവസാനം എടുക്കുന്നത്. ദെൻ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ ഈക്വൽ ടു, മോഡ് എഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ മോഡൽ അത് 1 തന്നെയാണ്. ഇൻ്റഗ്രൽ ഓവർ എ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് എ ആണ്. ഓക്കെ. ഇവിടെ മെഷർ ഓഫ് എ ഓൾറെഡി ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിഫോം ഇൻ്റഗ്രബിലിറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ്. ഓക്കെ. ഇനി അപ്പോൾ എഫ് എൻ എവിടേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്? എഫിലേക്ക്. എഫ് എന്ന് പറഞ്ഞാൽ 0 ഫംഗ്ഷനിലേക്ക്. അത് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് എൻ ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ. എഫ് എൻ്റെ വാല്യൂ എന്താ തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ട്? മെഷർ ഓഫ് എ ആണ്. അപ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ക്ലോസ് ഇൻ്റർവൽ n+1 ആണ്. മെഷർ ഓഫ് ക്ലോസ് ഇൻ്റർവൽ n+1 എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? 1 ആണ് അല്ലേ? ഒരു ഇൻ്റർവെലിൻ്റെ ലെങ്ത് ആയിരിക്കും അതിൻ്റെ മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്.
ഇനി ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റ്, അതായത് ഇൻ്റഗ്രൽ ഓവർ ലിമിറ്റ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ആണ്. ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഈക്വൽ ടു എഫ് സീറോ ഫംഗ്ഷനാണ്. വിച്ച് ഈസ് ഈ സീറോ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എവിടെ എടുത്താലും സീറോ എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രൽ 1ഉം ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റ് 0 ആണ്. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഈക്വൽ. അപ്പോൾ ഇവിടെ വൈറ്റലി കൺവേർജസ് തിയറം ഫെയിൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈയുടെ മെഷർ ഫൈനൈറ്റ് അല്ലെങ്കിൽ വൈറ്റലി കൺവേർജസ് തിയറം സക്സസ്ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. വെരി ഗുഡ് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത വളരെ പ്രസിദ്ധമായ ഒരു പ്രൊപ്പോസിഷനാണ് എഫ് ഒരു ഇൻ്റഗ്രബിൾ ഫംഗ്ഷനാണ്. ഇൻ്റഗ്രബിൾ പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എഫിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഫൈനൈറ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം. എഫ് ഒരു ഇൻ്റഗ്രബിൾ ഫംഗ്ഷനാണ് തന്നിട്ടുണ്ട്. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ നോട്ട് ഫോർ വിച്ച് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് മോഡ് ഓഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് ടു ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് ദർ ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ നോട്ട് സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് മോഡ് ഓഫ് ലെസ് ദാൻ എപ്സിലോൺ കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇ നോട്ടിലാണ് മാക്സിമം ഇൻ്റഗ്രൽ വാല്യൂ നിൽക്കുന്നത്. ഇ നോട്ടിൻ്റെ ഔട്ടറിൽ മോഡ് എഫിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നെഗ്ലിഗബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇ നോട്ടാണ് നമുക്ക് കണ്ടുപിടുത്താൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം സപ്പോസ് ചെയ്ത് ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ, എഫ് ഈസ് ഇൻ്റഗ്രബിൾ മീൻസ് മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ് മീനിങ്. അതിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കും. നോട്ട് ദാറ്റ് മോഡ് എഫ് ഈസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അപ്പം നമുക്ക് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ആയിരിക്കും. അത് മോഡ് എഫിനേക്കാൾ കുറഞ്ഞ കേസും കൂടിയ കേസും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. കൂടിയ കേസ് എടുക്കുമ്പോൾ നമ്മൾ ഇൻഫിം എന്നുള്ള കൺസെപ്റ്റും, കുറഞ്ഞ കേസ് അതായത് 0ക്കും മോഡ് എഫിനും ഇടയിലുള്ള ഫംഗ്ഷൻസിൻ്റെ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ എടുക്കുമ്പോൾ സുപ്രീമം കേസുമാണ് കൺസിഡർ ചെയ്യുക. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓവർ സെറ്റ് ഓഫ് ആൾ ഇൻ്റഗ്രൽസ് ഓഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് കൊടുത്തു. ദ ലൈറ്റ് ബിറ്റ്വീൻ 0 ആൻഡ് മോഡ് എഫ് ഓൺ ഇ. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു ചൂസ് ചെയ്യാൻ പോവുകയാണ്. ഈ നോട്ട് എപ്സിലോൺ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, ഗിവൺ ആണ്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ദെൻ കൺസിഡർ എ സെറ്റ് ഇ നോട്ട് സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് ഇ നോട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് ഈയുടെ ഉള്ളിൽ ഒരു സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണോ അല്ലയോ എന്ന് അറിയില്ല. ഇനി കൂടാതെ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യണം, ജി എന്ന ഫംഗ്ഷൻ. ആ ജി എന്ന ഫംഗ്ഷൻ ഇയിൽ മാത്രം നോൺ സീറോയും ബാലൻസ് കേസൊക്കെ 0 ആവും. അപ്പോൾ ഇ നോട്ട് എന്ന് പറയുന്നത് ജിയുടെ ഫൈനൈറ്റ് സപ്പോർട്ടാണ്. അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഫൈനൈറ്റ് സപ്പോർട്ടുള്ള ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ജി എന്ന ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്യണം. ജി ഈക്വൽ ടു 0 ഓൺ ഇ മൈനസ് ഇ നോട്ട് ആൻഡ് ജി ബി എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ഇ നോട്ട്. ഓക്കെ, ഇനി നമ്മൾ ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിൻസ് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ സുപ്രീമത്തിൻ്റെ വേറൊരു പേരാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് പറഞ്ഞാൽ അപ്പർ ബൗണ്ടിലെ ഏറ്റവും ചെറുത്, ആ സെറ്റിലെ സബ് ഓഫ് നടക്കുന്ന ആ സെറ്റിലെ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. ആ സെറ്റിലെ ആവണമെന്നില്ല, ആ സെറ്റിൻ്റെ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടിനെയാണ് നമ്മൾ സുപ്രീം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറവായി എടുക്കുക. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് മൈനസ് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫിനേക്കാൾ കുറവാണ്. ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ആണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. അതിനേക്കാൾ കുറഞ്ഞതുകൊണ്ട് അത് ഒരിക്കലും എന്തല്ല, അപ്പർ ബൗണ്ട് അല്ല. അപ്പർ ബൗണ്ട് ആണെന്ന് പറഞ്ഞാൽ സെറ്റിലുള്ള എല്ലാവരേക്കാളും വലുതായിരിക്കും. അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ സെറ്റിലുള്ള ആരെങ്കിലും ഒരാൾ, സം ഓഫ് ദ എലമെൻറ്റ് ഫ്രം ദ സെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് എലമെൻറ്റ്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് മൈനസ് എപ്സിലോണിനേക്കാൾ വലിയ ഒരു എലമെൻറ്റ് ആ സെറ്റിലുണ്ടാവും. സെറ്റിൽ എലമെൻറ്റ്സ് ഒക്കെ ആക്ച്വലി ഇൻ്റഗ്രൽസ് ഓഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ടാണ്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വൺ ഓഫ് ദി ഫംഗ്ഷൻ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ ഈ ജി. ആ ജി എന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ ജി ആണ് സെറ്റിലെ മെമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മെമ്പർ ഉണ്ടാവണമെങ്കിൽ ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഉണ്ടാവണമെന്ന് അർത്ഥം. അപ്പോൾ ഇനി ഈ ജിയെ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് എപ്സിലോണിനെ റൈറ്റിലേക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ ജി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ജസ്റ്റ് ലീനിയറിറ്റി വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിക്വാളിറ്റിയുടെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് എടുത്തു. ഇനി ലീനിയറിറ്റി അപ്ലൈ ചെയ്തു. നമുക്ക് ഇൻ്റഗ്രേഷൻ ലീനിയറിറ്റി ഉണ്ട്. സോ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് മൈനസ് ജി ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുന്നു. ഓക്കെ, ദോ ഫോർ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് മോഡ് എഫ്
ഇനി നമുക്ക് ജിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇ നോട്ടാണ് ഫൈനൈറ്റ് സപ്പോർട്ട്. അപ്പോൾ ഇ നോട്ടിൻ്റെ ഔട്ടറിൽ ജിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് മോഡ് എഫ് എന്ന് എഴുതിയാലും ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് മോഡ് എഫ് മൈനസ് ജി എഴുതിയാലും സെയിം ആണ്. ബിക്കോസ് ഇ മൈനസ് ഇ നോട്ടിൽ ജിയുടെ വില 0 ആവുന്നത് കൊണ്ട്. ഓക്കെ, അത് തൊട്ട് മുകളിൽ ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് മൈനസ് ജി ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ സബ് കേസിലെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? ടോട്ടൽ ഇൻ്റഗ്രൽ വാല്യൂ തന്നെ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ സബ് കേസിലെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ. ദോർഫോർ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് മോഡ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ഇത് തന്നെയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രൂഫാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ് എ ഫാമിലി എഫ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ ഇ സെറ്റ് ടു ബി ടൈറ്റ് ഓവർ ഇ ഇഫ് ഫോർ എവരി എപ്സിലോൺ greater than 0 there is a subset e naught of finite measure for which integral over e minus e naught mod of is less than epsilon for all f element of f. അതായത് ഈ പ്രപ്പോസിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷൻസ് ആയിരിക്കും എഫിലുള്ളതെങ്കിൽ നമുക്ക് ആ ഫാമിലിയെ ടൈറ്റ് ഓവർ ഇ എന്ന് പറയും. ടൈറ്റ് ഓവർ ഇ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇയിലുള്ള ഒരു ഫൈനൈറ്റ് സെറ്റിൽ മാത്രമായിരിക്കും ഇൻ്റഗ്രൽ വാല്യൂ ഒക്കെ നിൽക്കുന്നത്. ബാലൻസ് കേസൊക്കെ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ ടൈറ്റ് ഓവർ ഇ എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷന് വേണ്ടിയുള്ളതല്ല, ഒരു കളക്ഷൻ ഓഫ് ഫംഗ്ഷന് വേണ്ടി, മെഷറബിൾ ഫംഗ്ഷന് വേണ്ടിയുള്ള ഡെഫിനേഷനാണ്. അതുപോലെ തന്നെ യൂണിഫോം ഇൻ്റഗ്രബിലിറ്റി എന്ന് പറയുന്നതും ഒരു കളക്ഷൻ ഓഫ് ഫംഗ്ഷന് വേണ്ടിയുള്ളതാണ്. പ്രത്യേകം ഓർക്കുക, ഇൻ്റഗ്രബിലിറ്റി മെഷറബിലിറ്റി ഒക്കെ ഫംഗ്ഷന് വേണ്ടി പറഞ്ഞതാണെങ്കിൽ ഇവിടെ ഒരു ഫംഗ്ഷന് മാത്രമായിട്ടല്ല അത് പറയുന്നത്, ഒരു ക്ലാസ് ഓഫ് ഫംഗ്ഷന് വേണ്ടി പറയുന്ന ഡെഫിനേഷനാണ് ടൈറ്റ് ഓവർ ഇ എന്ന് ഓർക്കുക. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഡെഫിനേഷനാണ്.